കടലും പുഴയും സംഗമിക്കുന്ന ഭൂമിയിൽ പട്ടുസാരി ഉടുത്ത് ഉണ്ണിയേശുവിനെ കൈകളിലേന്തിയുള്ള മാതാവിൻ്റെ തിരുരൂപം. പ്രാർത്ഥനയും കണ്ണുനീരും അർപ്പിച്ച് നാനാജാതിയിൽപ്പെട്ട വിശ്വാസികൾ എത്തിച്ചേരുന്ന ദേവാലയം. തമിഴ്നാട്ടിലെ നാഗപട്ടണത്തിൽ സ്ഥിതി ചെയ്യുന്ന വേളാങ്കണ്ണി മാതാവ്. മുട്ടിലിഴഞ്ഞും തലമുണ്ടനം ചെയ്തും അമ്മത്തൊട്ടിൽ കെട്ടിയും ആമപ്പൂട്ട് പൂട്ടിയും വിശ്വാസികൾ തങ്ങളുടെ പ്രാർത്ഥനയുമായി എത്തുന്ന തീർത്ഥാടന കേന്ദ്രം. നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള വേളാങ്കണ്ണിയിലെ ദേവാലയത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ചുള്ള എഴുതപ്പെട്ട തെളിവുകളൊന്നുമില്ലെങ്കിലും ചരിത്രം പറയുന്നത് മാതാവിൻ്റെ 3 അത്ഭുത ദർശനങ്ങളെക്കുറിച്ചാണ്. ഒരു ഹൈന്ദവ ബാലനായിരുന്നു മാതാവിൻ്റെ ആദ്യ ദർശനം ലഭിച്ചത്. യാത്രക്കിടെ ആൺകുട്ടി ഒരു തടാകത്തിനരികിൽ ആൽമരത്തണലിൽ വിശ്രമിക്കാൻ നിന്നു. സുന്ദരിയായൊരു സ്ത്രീ ഒരു കുഞ്ഞിനെയും വഹിച്ചുകൊണ്ട് പ്രത്യക്ഷപ്പെട്ടുവെന്ന് പറയപ്പെടുന്നു. കുഞ്ഞിന് നൽകാൻ കുട്ടിയോട് കുറച്ച് പാൽ ആവശ്യപ്പെട്ടതായും ആൺകുട്ടി നൽകുകയും ചെയ്തു. പാൽ വിതരണത്തിനായി ഒരു വീട്ടിലെത്തിയപ്പോൾ പാൽ കുറവായതിനാലും കാലതാമസത്തിനും കുട്ടി ക്ഷമ ചോദിക്കുകയും ചെയ്തെങ്കിലും പാൽ നൽകാനായി പാത്രത്തിൻ്റെ അടപ്പ് തുറന്നപ്പോൾ പാത്രം നിറയെ പാൽ നിറഞ്ഞ് തുളുമ്പുന്നുണ്ടായിരുന്നു. ഇതാണ് ആദ്യത്തെ അത്ഭുതം. അതിനു വർഷങ്ങൾക്കു ശേഷം തൈര് വിൽക്കുന്ന ഒരു മുടന്തൻ ബാലന് ദർശനം ലഭിക്കുകയുണ്ടായി. മാതാവിൻ്റെ കയ്യിലുള്ള ഉണ്ണിക്ക് കൊടുക്കാനുള്ള തൈര് കൊടുത്ത ശേഷം ആ മുടന്തൻ ബാലൻ്റെ മുടന്തു മാറുകയും ആരോഗ്യവാനാവുകയും ചെയ്തു. അതോടെ മാതാവ് ആരോഗ്യമാത എന്നറിയപ്പെടാൻ തുടങ്ങി. മുടന്തു മാറിയ അവനോട് മാതാവ് നാഗപട്ടണത്തിലേക്ക് പോകാനും പട്ടണത്തിൽ ഒരു കത്തോലിക്ക പുരുഷനെ കണ്ടെത്താനും അവളുടെ ബഹുമാനാർത്ഥം വേളാങ്കണ്ണിയിൽ ഒരു ചാപ്പൽ പണിയാൻ പറയാനും ആവശ്യപ്പെട്ടു. പെട്ടെന്ന് മുടന്തു മാറി സുഖം പ്രാപിച്ചതോടെ ആ കുട്ടി നാഗപട്ടണത്തിലേക്ക് ഓടി. അവിടെ ആളെ കണ്ടെത്തി കഥ പറയുകയും അതിനുശേഷം ഓലമേഞ്ഞ ഒരു പള്ളി നിർമ്മിക്കുകയും ചെയ്തു. ഈ സംഭവങ്ങൾ നടന്നത് AD 1500-1600 കാലഘട്ടത്തിലാണെന്ന് പറയപ്പെടുന്നു. അതിനുശേഷമാണ് ഇന്ന് കാണുന്ന ദേവാലയത്തിൻ്റെ നിർമ്മിതിക്ക് ആധാരമായ സംഭവം നടക്കുന്നത്. 17-ാം നൂറ്റാണ്ടിലാണത്. ബംഗാൾ ഉൾക്കടലിലെ കടൽക്ഷോഭത്തിൽപ്പെട്ട ഒരു കപ്പൽ അത്ഭുതകരമായി രക്ഷപ്പെടുകയും അവർ തങ്ങളുടെ കപ്പൽ വേളാങ്കണ്ണി തീരത്തേക്ക് അടുപ്പിക്കുകയും ചെയ്തു. മാതാവിൻ്റെ അനുഗ്രഹത്താലാണ് തങ്ങൾ രക്ഷപ്പെട്ടതെന്ന് വിശ്വസിച്ച കപ്പലിലുണ്ടായിരുന്നവർ അന്നുണ്ടായിരുന്ന ദേവാലയത്തെ കുറച്ചുകൂടി വലിപ്പമുള്ളതാക്കി മാറ്റി നിർമ്മിച്ചു. പിന്നീട് വേളാങ്കണ്ണിയിലൂടെയുള്ള ഓരോ യാത്രയിലും അവർ അവിടെ എത്തുകയും ദേവാലയത്തിൻ്റെ നവീകരണ പ്രവർത്തനങ്ങളിൽ മുഴുകുകയും ചെയ്തു. ആ കപ്പലിൻ്റെ ഓർമ്മ ഇന്നും വേളാങ്കണ്ണി പള്ളിയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. വാസ്കോ ഡ ഗാമയും പോർച്ചുഗീസുകാരും ദേവാലയവുമായി ബന്ധപ്പെട്ട നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതായി ചരിത്രരേഖകളിൽ പറയുന്നില്ലെങ്കിലും ഇപ്പോൾ കാണുന്ന മഞ്ഞപ്പട്ടുടുത്ത ഉണ്ണിയേശുവിനെ കൈകളിലേന്തിയുള്ള മാതാവിൻ്റെ പ്രതിഷ്ഠ സ്ഥാപിച്ചത് പോർച്ചുഗീസുകാരാണെന്നാണ് വാമൊഴികൾ പറയുന്നത്. പിന്നീടെത്തിയ ഡച്ചുകാർ 1771 ഈ ദേവാലയത്തെ പാരിഷ് ചർച്ചായി മാറ്റി. 1962 മൈനർ ബസിലിക്കയായി വേളാങ്കണ്ണി പള്ളി ഉയർത്തപ്പെടുന്നത്. 5 ഏക്കറിലായാണ് വേളാങ്കണ്ണിയിലെ ദേവാലയം സ്ഥിതി ചെയ്യുന്നത്. കിഴക്കിൻ്റെ ലൂർദ് എന്നറിയപ്പെടുന്ന ഈ ദേവാലയം കടലിന് അഭിമുഖമായി സ്ഥിതി ചെയ്യുന്നു. ക്രിസ്തീയ ആചാരങ്ങൾ കൂടാതെ ഹൈന്ദവ ആചാരങ്ങളും നിലനിൽക്കുന്ന ഇവിടെ നേർച്ചയായി തലമുണ്ടനം ചെയ്യുന്നവരും കുട്ടികൾ ഉണ്ടാകുന്നതിനായി അമ്മത്തൊട്ടിൽ കെട്ടുന്നവരും വിവാഹബന്ധം വേർപെടാതിരിക്കാനായി ആമപ്പൂട്ട് പൂട്ടി താക്കോൽ കടലിലേക്ക് വലിച്ചെറിയുന്നവരും ധാരാളമാണ്. അതുപോലെ തന്നെ ആഗ്രഹ സാഫല്യത്തിനായി ദേവാലയമുറ്റത്തു നിന്ന് കിലോമീറ്ററുകൾ മുട്ടിലിഴയുന്നവരും വിവാഹം നടക്കാനായി മഞ്ഞച്ചരട് വഴിപാടായി സമർപ്പിക്കുന്നവരും ധാരാളം. വേളാങ്കണ്ണിയിലെ ഈ ദേവാലയത്തിനോട് ചേർന്ന് ഒരു മ്യൂസിയം സ്ഥിതി ചെയ്യുന്നുണ്ട്. മാതാവിനോട് പ്രാർത്ഥിക്കുകയും ഫലം സിദ്ധിക്കുകയും ചെയ്യുന്നവരുടെ സമർപ്പണങ്ങളും നേർച്ചകളും സൂക്ഷിക്കുന്നത് ഇവിടെയാണ്. ആ നേർച്ചകളും സമർപ്പിക്കപ്പെട്ട വസ്തുക്കളും കാണുമ്പോൾ തന്നെ മനസ്സിലാകും എത്രയേറെ മനുഷ്യരാണ് ഈ തിരുമുറ്റത്ത് വിശ്വാസികളായി എത്തുന്നതെന്ന്. ജാതിമത വർണ്ണഭേദമില്ലാതെ എത്തുന്ന വിശ്വാസികൾ, ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തുന്നവർ. തങ്ങളുടെ വിശ്വാസങ്ങൾക്കനുസരിച്ചുള്ള പേരാണ് വേളാങ്കണ്ണി മാതാവിന് നൽകിയിരിക്കുന്നത്. ഗോവയിലെ ആളുകൾക്കും കൊങ്ങിണികൾക്കും മാതാവ് ശാന്തദുർഗയാണ്. ഇവിടെ എത്തുന്ന തമിഴർക്കാകട്ടെ മാതാവ് മാരിയമ്മയാണ്. ചരിത്രകഥകൾ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂടാതെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക. നന്ദി.